എന്തുകൊണ്ട് കേരളം? നമ്മൾ മറ്റ് പല സ്റ്റേറ്റിലും മറ്റ് പല സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള വില കൊടുത്തെങ്കിൽ മാത്രമേ ആ സൗകര്യങ്ങളൊക്കെ കിട്ടൂ. എന്നാൽ കേരളത്തിൽ നമ്മൾ ഏകദേശം 14-15 MSME രജിസ്ട്രേഷൻ നമ്മളെടുത്തു. ഒരു സ്ഥലത്ത് പോലും 5 പൈസ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ UP-യിൽ ഒരു MSME രജിസ്ട്രേഷൻ എടുക്കാൻ നോക്കിയിട്ട് അവിടെ ഓൺലൈനാണ്, പക്ഷേ ഓൺലൈനിൽ വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഫീസ് അടിച്ചാലേ വർക്ക് ചെയ്യുള്ളൂ. എന്ത് ഫീസാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതേപോലെ ഞാൻ ഫസ്റ്റ് തമിഴ്നാട്ടിൽ യൂണിറ്റ് തുടങ്ങാൻ പോയ സമയത്ത് 19 ഓഫീസിൽ പോയി 2 ആളെ മാത്രമാണ് കാശ് വാങ്ങിക്കാത്ത ആളെ കണ്ടത്. ബാക്കി മുഴുവനും കാശിൻ്റെ മുകളിലാണ് നടക്കുന്നത്. എല്ലാം നടക്കണമെങ്കിൽ അതിന് ചില കോസ്റ്റ് ഉണ്ട്. പിന്നെ പല സ്ഥലത്തും നമ്മുടെ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളോ നോക്കിയാണ് പല കാര്യങ്ങളും തീരുമാനിക്കുമെങ്കിൽ അതൊന്നുമില്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഏക സ്ഥലം കേരളമാണ് എന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. 8 സംസ്ഥാനങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അതിൽ 2 ഏകദേശം നമ്മൾ നിർത്തി. ബാക്കി ഇപ്പോഴും പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നതും കേരളത്തിലാണ്. നമ്മളിപ്പോൾ ഓഫീസർമാർ വരാതെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. അവിടെ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ വളരെ ശത്രുവിനെ പോലെയാണ് പിന്നെ ബാക്കി എല്ലാ പെരുമാറ്റങ്ങളും. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയാനും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിക്കാനും നമുക്കിവിടെ പ്രയാസമില്ല. നമ്മൾ ഒരാൾ മോശമായിട്ട് പ്രതികരിച്ചാൽ തിരിച്ചടുത്ത ആളെടുത്ത് പോയാൽ ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത.